ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഫ്രൈഡേ ഇൻ മൈ ലൈഫാണ്. വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇതിൽ നല്ല ഒരു റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ രാവിലത്തെ പണികളെല്ലാം തീർത്തിട്ടുണ്ടായിന്. പിന്നെ ഒരുപാട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ പണിയൊന്നും അന്ന് ചെയ്യലില്ല. വെള്ളിയാഴ്ച എപ്പോഴും എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കൽ. അത് കുറച്ചധികം തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ടൈം എടുക്കും. ഒരു 12-12:30 ആകുമ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിയണം. അതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് പണി തീർക്കലാണ്. ജസ്റ്റ് ഒന്ന് സിറ്റ് ഔട്ടും എല്ലാം ഒന്ന് അടിച്ചു വാരും. എന്നിട്ട് ടീപ്പോയും ടേബിളെല്ലാം തുടക്കാനുണ്ടെങ്കിൽ അതെല്ലാം തുടക്കും. അതെല്ലാം ഡെയിലി ചെയ്യുന്നതാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് തലേദിവസം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കലും പിന്നെ സാധനങ്ങളെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെക്കലും അങ്ങനെയെല്ലാം ചെയ്യുമ്പം തന്നെ വീട് മൊത്തത്തിലൊരു നീറ്റായ പോലെയാണ് തോന്നൽ. പിന്നെ വെള്ളിയാഴ്ച തന്നെ എല്ലാം ചെയ്യാൻ നിന്നാൽ അന്ന് വീട് ക്ലീൻ ആക്കലും ഫുഡ് ഉണ്ടാക്കലും അങ്ങനത്തെ ഒരു ദിവസമായിട്ട് മാറും. അപ്പോൾ ഞാനൊരു 12 മണിയാകുമ്പോൾ തന്നെ എല്ലാം തീർക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കലാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലാണ് വെള്ളമൊഴിച്ച് കൊടുക്കൽ. പിന്നെ അങ്ങനെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് കാണിച്ച ചെടി തന്നെ എപ്പോഴും കാണിക്കുന്നത്. കുറച്ച് ചെടി മാത്രമേ ഉള്ളൂ. ഒരുപാട് ഉണ്ടായിന്, പക്ഷെ എല്ലാം പോയിട്ടുണ്ടായിന്. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ അധികം സൂര്യപ്രകാശം കിട്ടൂല. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് ആയാലും കുറച്ച് സൂര്യപ്രകാശമെല്ലാം കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോലാണ്. അങ്ങനെ കുറേ ചെടി വാടിപ്പോയിട്ടുണ്ട്. പിന്നെ ഒന്നെങ്കിൽ വെള്ളം അധികമായിട്ട് പോവും, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ട് പോവും, അല്ലെങ്കിൽ ഇതുപോലെ സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് പോവും. അങ്ങനെയെല്ലാം തന്നെയാണ്. പിന്നെ രാവിലത്തെ പാത്രം കഴുകുന്ന പണിയുണ്ടത്ര. രാവിലെ കുട്ടികൾ പോയതിന് ശേഷം ഉണ്ടായ പാത്രങ്ങളാണ്. അതെല്ലാം കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കത്തെ പണി തുടങ്ങുന്നത്. ഞാൻ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പാത്രം കഴുകൽ. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ പണിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റത്തെ പണിയാണ് ഇനി പാത്രം കഴുകൽ. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പണിയുണ്ട്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ പാത്രമെല്ലാം കഴുകി വെക്കലാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ മൊത്തത്തിൽ സോപ്പിട്ട് വെച്ചതിന് ശേഷം പിന്നെ സിങ്ക് കഴുകിയിട്ട് അതിലേക്ക് ഈ സോപ്പിട്ട് വെച്ച പാത്രമെല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കഴുകാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പാത്രം കഴിയലുണ്ട്. പിന്നെ പാത്രം കഴുകുന്ന സിങ്ക് വാങ്ങുമ്പോൾ 2 കുഴിയുള്ള സിങ്ക് ആണെങ്കിൽ ഇങ്ങനെ സോപ്പിട്ടിട്ട് മറ്റേ കുഴിയിൽ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എൻ്റെ മറ്റേ കിച്ചണിലുള്ള ആ ഒരു സിങ്ക് ആരും വാങ്ങണ്ട കേട്ടോ. ആ ഒരു ഡസ്റ്റ്ബിൻ അടക്കം വരുന്ന സിങ്ക് അത് ചെറിയ കുഴിയാണ്. ഈ ഡസ്റ്റ്ബിന്ന് വരുന്നത് കൊണ്ട് ആ 2 സിങ്കും വരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഡെയിലി യൂസായിട്ട് പാത്രം കഴുകാനൊന്നും പറ്റൂല. അപ്പോൾ ഞാൻ പാത്രം കഴുകൽ ഇവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ ഇത് ഒരു കുഴി ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാം പിന്നീട് എടുത്തിട്ട് അതിലേക്ക് തന്നെ വെച്ചിട്ട് കഴുകും. അപ്പോൾ പുതിയതായിട്ട് വീട് വെക്കുന്നവരെല്ലാം 2 കുഴിയുള്ള സിങ്ക് വാങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിങ്ക് വാങ്ങുമ്പോൾ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് എല്ലാം ഉള്ള സിങ്ക് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ 2 കുഴി, സാധാ ഒരു വലുപ്പത്തിലുള്ള കുഴി തന്നെ വേണം. നല്ലോണം ചെറിയ കുഴി ആയാലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലത്തത് വാങ്ങുന്നത് നല്ലത്. അല്ലാതെ ഒരുപാട് ഇങ്ങനെ ഫെസിലിറ്റീസ് എല്ലാം ഉള്ളത് വാങ്ങിച്ചാൽ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റുകയും ചെയ്യില്ല. എപ്പോഴും അത് ക്ലീൻ ആക്കൽ തന്നെ പണിയാണ്. പിന്നെ എൻ്റെ ഈ സിങ്ക് ഒരു സ്ക്വയർ ടൈപ്പാണ്. അതിങ്ങനെ എഡ്ജ് വരുന്ന സ്ക്വയറാണ്. അതുകൊണ്ട് തന്നെ നല്ല പണിയാണ്. ഈ എഡ്ജിലെല്ലാം എപ്പോഴും ഇങ്ങനെ അഴുക്ക് കെട്ടി നിൽക്കും. അപ്പോൾ എന്ത് കഴുകിയാലും അതിൻ്റെ വേസ്റ്റെല്ലാം ആ ഒരു എഡ്ജിലേക്ക് തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഡെയിലി അതിൻ്റെ അകത്ത് തന്നെ എന്തെങ്കിലും ഒരു ബ്രഷ് എപ്പോഴും വെക്കണം ഇതിങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ സ്ക്വയർ സിങ്ക് വാങ്ങുന്നവർ എഡ്ജ് കേവായിട്ട് വരുന്ന സിങ്ക് ഉണ്ട്. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ പാത്രം കഴുകുമ്പം സിങ്കിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ മൊത്തത്തിലാണ് സോപ്പെല്ലാം ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ ആ സിങ്കും കൂടെ കഴുകിയതിന് ശേഷം മൊത്തത്തിൽ പാത്രം അതിലേക്ക് വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പാത്രം കഴുകുന്ന പണിയെല്ലാം കഴിയും. പിന്നെ രാവിലത്തെ പാത്രം ഇടയ്ക്കിടയ്ക്ക് കഴുകാനൊന്നും ടൈം കിട്ടൂല കേട്ടോ. അല്ലാത്ത സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ പാത്രം വെക്കലില്ല. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കലുണ്ട്. രാവിലെ നല്ല തിരക്കായിരിക്കും. ഇക്ക പോകുന്നുണ്ടാവും, കുട്ടികൾ പോകുന്നുണ്ടാവും, അങ്ങനെ നല്ല തിരക്കാണ്ടാൽ. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കും. അതിന് ശേഷമാണ് എൻ്റെ പണികളെല്ലാം തുടങ്ങൽ. എല്ലാവരും പറയും അങ്ങനെ റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കണം, പിന്നെ എന്നാലാണ് പിന്നെ സമയം കിട്ടലെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ആവില്ല. എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ചിങ്ങനെ റെസ്റ്റ് എടുത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ പണികളെല്ലാം ചെയ്യൽ. അതുകൊണ്ട് തന്നെ ലേറ്റ് ആവലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ കുറേ സമയം കിച്ചണിൽ തന്നെ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ഓരോരോ പണിയുണ്ടോ നോക്കി അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമല്ല. പെട്ടെന്ന് തന്നെ പണിയെല്ലാം തീർത്തിട്ട് കിച്ചൺ ഒഴിവാക്കണം അങ്ങനെ വിചാരിക്കുന്നതാണ്.
നല്ലതാണ്. എനിക്ക് ഫുൾ ടൈം കിച്ചണിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു മടുപ്പ് പോലെ തോന്നൽ. ഇങ്ങനെ വെറുതെ ഇരിക്കാതെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമില്ല. ഒന്നാമത് എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാനും പറ്റലില്ല. പിന്നെ കുറേ ആയി ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഒരു മാസത്തോളമായി ഞാൻ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ബാക്ക് പെയിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെയല്ല, ക്യാമറ അവിടെ ഇവിടെ എല്ലാം വെക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് പണി തീരില്ല. അന്ന് ഫുള്ള് പണി തന്നെ ഉണ്ടാവൽ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും കേട്ടോ. ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ. പിന്നെ വോയിസ് കൊടുക്കാനും അങ്ങനെ തന്നെ. നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന വോയിസ് അല്ല ഇത്. നമ്മളൊരു വോയിസ് പറയാൻ വിചാരിക്കും, പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പം കിട്ടൂല. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ഡിലീറ്റാക്കി അങ്ങനെ വോയിസ് കൊടുക്കാനും കുറേ ടൈം എടുക്കും കേട്ടോ. പിന്നെ അങ്ങനെയല്ല ഒരു വീഡിയോ അപ്ലോഡാക്കി പിന്നെ വ്യൂസും കുറവാകുമ്പം എനിക്ക് ഇടാൻ തോന്നൂല. അപ്പോൾ അങ്ങനെയെല്ലാം വീഡിയോസ് ഇടാൻ ലേറ്റ് ആകുന്നത്. പിന്നെ ഈ എഡിറ്റ് ചെയ്യാൻ തീരെ ടൈമും കിട്ടുന്നില്ല. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ ഷോർട്ടായിട്ട് വീഡിയോ എടുത്തിട്ട് അതിൽ റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് അങ്ങനെ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയതിനു ശേഷം ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയത്. പിന്നെ ഞാൻ ഇനി ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോയും അങ്ങനെ റെസിപ്പി വീഡിയോയും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ലോങ് വീഡിയോസിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യലുണ്ട്, പക്ഷേ ഷോർട്ട് വീഡിയോസിൽ അങ്ങനെ ചെയ്യലില്ല. ഉണ്ട്, സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും ലോങ് വീഡിയോയിൽ ചെയ്യുന്ന അത്ര കമൻറ്റൊന്നും ഷോർട്ട് വീഡിയോയിൽ കിട്ടലില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ കമൻറ്റ് ഇടാം. ഇതിപ്പോൾ എൻ്റെ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം കിച്ചണെല്ലാം മൊത്തം ക്ലീനായി. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴുകി പിന്നെ വിനെഗർ ഒഴിച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി എടുക്കുമ്പോഴാണ് ആ ചിക്കനിലുള്ള എന്തെങ്കിലും ബ്ലഡിൻ്റെ അംശമെല്ലാം ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. ചിക്കൻ നല്ലൊരു തിളക്കം വരും കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു ഷൈനിങ് കിട്ടുന്ന പോലെ തോന്നലുണ്ട്. ഇതുപോലെ ബീഫ്, മട്ടൻ, ഫിഷ് എല്ലാം വിനെഗർ ഒഴിച്ച് കഴുകലുണ്ട്. പിന്നെ വെജിറ്റബിൾസിൻ്റെ വിഷാംശം എല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വിനെഗറിലിട്ടിട്ട് അങ്ങനെ കഴുകിയെടുക്കലാണ്. ഇതിപ്പോൾ ചിക്കൻ ഞാൻ മൊത്തത്തിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിൽ തേങ്ങ അരച്ച് കൂട്ടുന്നൊന്നുമില്ല. നല്ല തിക്ക് ഗ്രേവിയിൽ ഉള്ള ചിക്കൻ കറിയാണ്. എന്നാൽ മുളക് കറിയും അല്ല. ആ ഒരു രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ചിക്കൻ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ്. ഒരു ഫുൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഞാനൊരു 6 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പിന്നെ 2 ഫുൾ ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ അത്ര എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കലാണ്. പിന്നെ ഇതിലേക്ക് 4 മീഡിയം സൈസ് തക്കാളി വേണം. അത് ഞാൻ അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പണിയെല്ലാം ഞാനിങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യൽ. കുറേ സമയം നിന്നാൽ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരുവിധം ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയെല്ലാം ഞാനിങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യൽ. പിന്നെ ഇതുപോലെ ഹൈഡ് ചെയ്തിട്ട് ഡസ്റ്റ്ബിന്ന് വരുന്നത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് നല്ല ഉപകാരം തന്നെയാണ്, പക്ഷേ ഡെയിലി യൂസായിട്ട് ഇങ്ങനെ പാത്രം കഴുകിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ 2 സിങ്ക് ഉള്ളതുകൊണ്ട് ഇത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഒരു സിങ്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് പാത്രം കഴുകിയെടുക്കുമ്പോൾ ഒരു സൗകര്യം കിട്ടാത്ത പോലെയാണ് തോന്നൽ. പിന്നെ ഈ ഒരു കിച്ചണും ചെറുതാണ്, അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ വലിയ കിച്ചണാകുമ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇതുപോലത്തെ സിങ്കെല്ലാം വെച്ചാൽ. അപ്പോൾ അത് അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഏരിയ ആകുമ്പം ഇതുപോലത്തെ സിങ്കും ഇവിടുന്ന് പാത്രം കഴുകാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അപ്പുറത്തുനിന്നാണ് പാത്രം കഴുകുന്നത്. പിന്നെ എന്നോട് കുറച്ച് പേര് ഇങ്ങനെ ഈ സിങ്കിനെ പറ്റിയും എല്ലാം ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഞാനിത് കിച്ചൺ ടൂറിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറേ വീഡിയോസിലെല്ലാം കേട്ടിട്ടുണ്ടാവും. പിന്നെയും പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കുന്നത് കൊണ്ടാണ് അത് നല്ലതാണോ ഡസ്റ്റ്ബിന്ന് വരുന്നത്, മറ്റേ സിങ്ക് നല്ലതാണോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. ഇനിയിപ്പം കറി വെക്കലാണ്. ഇതിപ്പോൾ ഞാനൊരു പാത്രം ചൂടാകാൻ വെച്ചിന് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഞാൻ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടോ അങ്ങനെയെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർക്കാൻ നോക്കുക, എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ റെഡിമെയ്ഡ് വാങ്ങുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർക്കുന്നില്ലേ, അതെല്ലാം ഇങ്ങനെ ഫ്രൈ ആക്കാനും അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നതല്ലാണ്ട് ഇങ്ങനത്തെ കറികളിലും ബിരിയാണിയിലും എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ചേർക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഞാൻ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി. ഞാൻ ചോപ്പർ ഇല്ലതുകൊണ്ട് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട്
ചേർത്തിന്. എന്നാൽ കറിക്ക് നല്ല കട്ടി തോന്നിക്കോട്ടോ. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കളറെല്ലാം നല്ലോണം ചേഞ്ച് ആയിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന ആ ഒരു രീതിയിൽ തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ചൂടെല്ലാം കയറിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടലുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നാലാണ് പെട്ടെന്ന് കളറെല്ലാം ചേഞ്ച് ആയിട്ട് ഉള്ളി വാടിയിട്ട് വരൽ. ഇതിപ്പോൾ മൊത്തത്തിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വെച്ച് കൊടുക്കലാണ്. ആ ഒരു ടൈമിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ഇതിപ്പോൾ ഒരു 10 കാശ്മീരി റെഡ് ചില്ലി ആണ്. അതുകൊണ്ട് തന്നെ അധികം എരിവ് ഉണ്ടാവില്ല. 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു 4-5 ഏലക്കായ്, ഒരു 4 ഗ്രാമ്പു, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 പട്ട, അത് ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 25 ഗ്രാം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഒരു ഫുൾ ചിക്കൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്. ഒരു 25-30 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് അധികം ഗ്രേവിയോടുകൂടെ വേണ്ടെങ്കിൽ ഒരു 15-20 അണ്ടിപ്പരിപ്പ് ചേർത്താലും മതി. ഞാനിപ്പം കുറച്ച് നല്ല ഗ്രേവി വേണം ഇവിടെ നെയ്ച്ചോറെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവിയോടുകൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അണ്ടിപ്പരിപ്പ് ചേർത്തത്. നല്ലോണം ചൂടായതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് അത് കളറെല്ലാം ചേഞ്ച് ആവും. അങ്ങനെ ആവാൻ പാടില്ല. ഇതിപ്പോൾ ഉള്ളി നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കളറെല്ലാം ഒന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് തന്നെ വരണം കേട്ടോ ഈ ഒരു കറിക്ക്. ഞാൻ ഈ സ്റ്റൗ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുന്നത്, ഈ സ്റ്റൗവിന് നല്ല കംപ്ലൈൻറ്റ് ഉണ്ട്. ഓരോ സമയത്ത് ആ വലിയ ബർണർ ഒരുപാട് ഫ്ലെയിം വരും, പിന്നെ ഓഫാവും, അങ്ങനത്തെ എല്ലാം കംപ്ലൈൻറ്റ് ഉണ്ട്. അതാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പൊടി നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടീൻ്റെ ആ റോ ടേസ്റ്റെല്ലാം മാറിയിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ ഒരു ടൈമിലാണ് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഉണ്ട്. ചിക്കനും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ചിക്കനിലേക്ക് മൊത്തത്തിലൊന്ന് ചൂട് കയറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ വഴറ്റി കൊടുക്കണം. എന്നാലാണ് നമ്മൾ വഴറ്റിയെടുത്ത മസാലയെല്ലാം ചിക്കനിൽ നല്ലോണം പിടിച്ചിട്ട് മൊത്തത്തിലൊന്ന് ചൂടായിട്ട് കിട്ടൽ. ഇതിപ്പോൾ മൊത്തത്തിൽ നല്ലോണം ഒന്ന് ചൂടായിട്ട് ചിക്കനിലേക്ക് മസാല എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലോസ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ടൈമിൽ നേരത്തെ ചൂടാക്കി വെച്ച മുളക്, അണ്ടിപ്പരിപ്പ്, സ്പൈസസ് എല്ലാം ഒന്ന് അരച്ചെടുക്കലാണ്. അപ്പോൾ മുളകിൻ്റെ മൊത്ത് കളഞ്ഞു കൊടുക്കുക. പിന്നെ ഞാനിത് കഴുകി വെച്ച മുളകാണ് കേട്ടോ. പിന്നെ ഈ ഒരു കാശ്മീരി ചില്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കുക. ഇവിടെ അത്ര എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 10 എണ്ണം എടുത്തത്. ഒരു ഫുൾ ചിക്കന് 10 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നേരത്തെ ചേർത്തതും കാശ്മീരി റെഡ് ചില്ലി പൗഡർ തന്നെയാണ്. അപ്പോൾ മുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മുളക്, അണ്ടിപ്പരിപ്പ്, സ്പൈസസ് എല്ലാം നല്ലോണം പൊടിഞ്ഞിട്ട് വരും. ഇതുപോലെയാണ് കിട്ടൽ. ഇതിപ്പോൾ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്കാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഞാൻ കഴുകിയിട്ട് തന്നെയാണ് ഫ്രിഡ്ജിൽ വെക്കൽ. വിനെഗറിലെല്ലാം ഇട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ തക്കാളി, പച്ചമുളകെല്ലാം ഫ്രിഡ്ജിൽ വെക്കൽ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കൽ മാത്രമാണ്. ഇനി ഇതിലേക്കാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അണ്ടിപ്പരിപ്പും തക്കാളിയും ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല കട്ടിയും ഉണ്ടാവും, കുറച്ച് ഗ്രേവിയോടുകൂടെ കറി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ച കറി ആകുമ്പോൾ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് ചേർക്കുമ്പോൾ ഒരു ക്രീമി പോലത്തെ കറിയല്ല കിട്ടൽ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു തിക്ക് ഗ്രേവിയോടുകൂടി ഒരു മുളക് കറിയോ അല്ല, തേങ്ങ അരച്ച കറിയോ അല്ല, അണ്ടിപ്പരിപ്പ് അരച്ച കൂട്ടിയൊന്നും പറയില്ല, അങ്ങനത്തെ ഒരു ഗ്രേവിയോടുകൂടിയാണ് കിട്ടൽ. ഇങ്ങനത്തെ കറി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം. അപ്പോൾ ചിക്കൻ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിന്. മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരാനും ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. ഇനി ഇത് മൊത്തത്തിൽ ഇതുപോലെ വഴറ്റിയതിന് ശേഷമാണ് നേരത്തെ അരച്ച് വെച്ച തക്കാളി, അണ്ടിപ്പരിപ്പ്, മുളക്, സ്പൈസസ് ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തക്കാളീൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. തക്കാളി പച്ചക്കല്ല അരച്ചെടുത്തത്, അതുകൊണ്ട് തന്നെ ആ ഒരു റോ ടേസ്റ്റ് മാറിയതിന് ശേഷമേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളീൻ്റെ ആ ഒരു റോ ടേസ്റ്റെല്ലാം മാറിയിട്ട് എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ഞാൻ ടൈമില്ലാത്തത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് മൊത്തത്തിൽ ചൂടായിട്ട് കിട്ടും. ആ ഒരു ടൈമിൽ നെയ്ച്ചോറ് ഉണ്ടാക്കലാണ്.
ഇതിപ്പോൾ നല്ലോണം ചൂടായിട്ട് തക്കാളീൻ്റെ ആ ഒരു റോ ടേസ്റ്റെല്ലാം മാറിയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് പച്ചവെള്ളം ഒഴിക്കാനേ പാടില്ല, കറീൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. നല്ല തിളച്ചുകൊണ്ട് നിൽക്കുന്ന ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്തിട്ട് അപ്പോൾ ആ ഒരു ചിക്കനും ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രേവി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കറി ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിന്, എന്നിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യലാണ്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറി മൊത്തത്തിൽ തിളച്ച് വന്നതിന് അതിന് ശേഷമാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിന്. ആ ഒരു ടൈമിൽ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ച് കൊടുത്തിന്. എന്നിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിന്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ചെറിയൊരു ഉള്ളി കട്ട് ചെയ്തെടുത്തതും പിന്നെ സ്പൈസസ് ആയിട്ട് ഒരു 4-5 ഏലക്കായ്, 4 ഗ്രാമ്പു, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ടൻ്റെ കഷ്ണം, ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വന്നാൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നെയ്ച്ചോറിൽ കറിവേപ്പില ചേർത്താൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു എമ്പയില എന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണീൻ്റെ മണമില്ല ഇലയുണ്ട്, അതെൻ്റെ വീട്ടിലുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കലുണ്ട്. ഇത് ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ 4 കപ്പ് കൈമ റൈസാണ് എടുത്തിന്. അതിലേക്ക് 6 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം തിളക്കുന്നത് വരെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിന്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു 4 കപ്പ് കൈമ റൈസ്. ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നേരിയ അരി എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ചില അരിയെല്ലാം സോക്ക് ചെയ്തിട്ട് വെക്കലുണ്ട് ഒരു 5-10 മിനിറ്റ് കേട്ടോ. ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. കൈമ, അഷ്റഫ് അരി ഇതൊന്നും കഴുകിയെടുത്ത പാടെ തന്നെ ചേർത്ത് കൊടുക്കുക. അരി ചൂടായതിന് ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ഉപ്പെല്ലാം കറക്റ്റ് തന്നെ ഒന്ന് നോക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പ് കുറച്ച് മുന്നിൽ വെക്കണം, എന്നാലാണ് ചോറിന് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടൽ. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ആക്കിയിട്ട് നല്ലോണം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ ഒരു ടൈമിൽ കറി ഒരു 15 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കനെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കറി ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, ആ ഒരു ഗ്രേവിയെല്ലാം ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ. അപ്പോൾ ഞാനിത് മാറ്റി കൊടുക്കുന്നത് സ്റ്റൗവിന് ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഇൻഡക്ഷൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്ച്ചോറിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടില്ല, പാകത്തിന് ആ ഒരു വെള്ളമായിട്ട് വന്നിട്ടുണ്ട്, അരിക്ക് പാകത്തിന്. ഇതുപോലെ ആയാൽ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ നെയ്ച്ചോറ് റെഡിയാവും. അതിൻ്റെ ഇടയ്ക്ക് ഇളക്കാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ നല്ലോണം ഇളക്കിയതിന് ശേഷമാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി കറിയിലേക്ക് ഞാൻ മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ മല്ലിയിലെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പൈപ്പിന് കാണിച്ചിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം വിഷമടിച്ചിട്ടും അങ്ങനെ ചെളിയിലും എല്ലാം മുക്കിയിട്ടും അങ്ങനെയെല്ലാം കൊണ്ടുവരുന്നത്, അങ്ങനെ കൊണ്ടുവരുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം വിനെഗറിലോ ഉപ്പിലോ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് വെച്ചതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കുക. ഒരുപാട് മണ്ണും എല്ലാം ഉണ്ടാവും കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പം ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കറി ഇപ്പം പാകത്തിന് ആ ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് കട്ടിയിലുമല്ല, ഈ ഒരു സ്റ്റേജ് ആയിട്ടാണ് കിട്ടേണ്ടത്. ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം തിളച്ച് വന്നാൽ ഓഫാക്കി കൊടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നെയ്ച്ചോറും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അധികം വെള്ളിയാഴ്ച ഉണ്ടാക്കൽ, മന്തി, ബിരിയാണി അങ്ങനെ. പിന്നെ ചോറും കറി വറവ് അതൊന്നും ഞാൻ വെള്ളിയാഴ്ച ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതിനെല്ലാം ഒരുപാട് ടൈം എടുക്കും. പിന്നെ രാത്രിയിലും വേറെ ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കൽ തന്നെയാണ് എളുപ്പമായിട്ട് തോന്നല്. ഇതുപോലെ നെയ്ച്ചോറും കറിയോ മന്തിയോ അങ്ങനെ തന്നെയാണ് അധികം വെള്ളിയാഴ്ച, അധികം എന്നല്ല എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കൽ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിന്. നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ ആർക്കും പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 12 മണി ആയ സമയത്ത് തന്നെ എൻ്റെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനത് വിളമ്പുന്നതൊന്നും കാണിച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ കുളിക്കാൻ കയറിയതാണ്. അപ്പോൾ വെള്ളിയാഴ്ച അധികവും ഞാനൊരു 12 മണി 12:30 ആകുമ്പം തന്നെ പണിയെല്ലാം തീർക്കാൻ നോക്കലുണ്ട്.
അധികവും ഞാൻ വെള്ളിയാഴ്ചത്തെ വീഡിയോ എടുക്കുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കലില്ല. പക്ഷേ അന്നേരം കമൻറ്റ് വരും, നിങ്ങൾ വെള്ളിയാഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം എന്നാണോ? അപ്പോൾ അങ്ങനെയും കമൻറ്റ് വരലുണ്ട്. പിന്നെ കുറച്ച് പേര് പറയലുണ്ട്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ കാണുമ്പോൾ നമുക്കും ഇതുപോലെ ചെയ്യാൻ തോന്നലുണ്ടെന്ന്. അതെല്ലാം കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഓതാനും നിസ്കരിക്കാനും എല്ലാം സമയം കണ്ടെത്താൻ തോന്നുന്നുണ്ട്, അങ്ങനെയെല്ലാം കമൻറ്റ് വരലുണ്ട്. ഇതിപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ എല്ലാം വിളമ്പി വെച്ചതാണ്. അതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെറുതെ ഒന്ന് കിടക്കും കേട്ടോ. അപ്പോൾ അന്നേരം ഫോണോ ഒന്നും നോക്കൂല, വെറുതെ ഒന്ന് കിടക്കാനാണ് ഇഷ്ടം. ഇതിപ്പോൾ ഒരു 4 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ചായൻ്റെ കൂടെ അന്ന് സ്നാക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അന്ന് ഇങ്ങനത്തെ സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കുട്ടികൾ അതന്നെ വന്നിട്ട് കഴിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അന്ന് സ്നാക്കൊന്നും ഉണ്ടാക്കലില്ല ചായൻ്റെ കൂടെ കഴിക്കാൻ. ഇതിപ്പോൾ മോള് കൊണ്ടു തന്നതാണ്. എനിക്ക് ഇതുപോലത്തെ ക്രീം ബിസ്ക്കറ്റൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൾ അങ്ങനെ ഒന്ന് കൊണ്ടു തന്നപ്പോൾ പണ്ടത്തെ കാര്യമെല്ലാം ഓർമ്മ വരും, ഈ കണ്ണും മൂക്കും ഉള്ള ബിസ്ക്കറ്റെല്ലാം. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ചതാണ്. ഇത് ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റാണ് ഇഷ്ടം. പിന്നെ ഞാൻ തമ്പനയിൽ പറഞ്ഞ പുതിയ മെമ്പർ ഇതാണ് കേട്ടോ. നമ്മൾ പുതിയ കാർ വാങ്ങിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ അതിന് ശേഷം വൈകുന്നേരം പിന്നെ അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ചെടിക്ക് വെള്ളയിക്കലും പിന്നെ തുണിയെല്ലാം മടക്കി വെക്കാനുണ്ടാവും, അങ്ങനത്തെ പണികളും എല്ലാമാണ് ചെയ്യൽ. പിന്നെ രാത്രിയിലടക്കം ഫുഡ് ആക്കിയത് കൊണ്ട് തന്നെ രാത്രിയിലേക്ക് വേറെ ഫുഡ് ഉണ്ടാക്കുന്ന പണിയുമില്ല. അപ്പോൾ അധികം വെള്ളിയാഴ്ച നല്ലൊരു സമാധാനമാണ് കേട്ടോ. ഉച്ചവരെ പണിയുണ്ടാവും, പിന്നെ നല്ലൊരു സമാധാനം കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വിളമ്പുന്ന വീഡിയോ കാണിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ രാത്രിയിൽ വിളമ്പുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇത് കണ്ടാൽ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഗ്രേവി ഉണ്ടാവൽ. അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ച പോലെയൊന്നും തോന്നില്ല, ഒരു തിക്കായിട്ട് വെച്ച മുളക് കറി പോലെയാണ് ഉണ്ടാവൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഒരുപാട് നല്ല നല്ല കമൻറ്റ് തരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരുടെ കമൻസ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതിയ വ്യൂവേഴ്സും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ, അസ്സലാമു അലൈക്കും.